ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു നല്ല മീൻ കറി ചെയ്താലോ? നല്ല എരിവും പുളിയുമുള്ള ഒരു ഇട്ടിവെട്ട് മീൻ കറി, അതും അയക്കൂറയുടെ തലയും വാലും വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം അല്ലേ. ഒരു മൺചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് ഒന്ന് പൊട്ടിക്കുക. ഉലുവ കരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തൊന്ന് വഴറ്റുക. ശേഷം ഒരു 2 പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ചേർക്കുക. ഇനി ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ഒന്ന് ചതക്കിയതിന് ശേഷം അരഞ്ഞു പോകാനോ പേസ്റ്റ് ആവാനോ പാടില്ല. നമുക്കിതിലേക്ക് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 10 ചെറിയുള്ളി ഇതുപോലെ ഒന്ന് കത്തി കൊണ്ട് പ്രസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റുക. തക്കാളി സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. ഈ ഒരു സ്റ്റേജിൽ നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളി വേഗം വഴന്ന് കിട്ടും. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അധികം എരിവില്ലാത്ത മുളകാണ് യൂസ് ചെയ്യുന്നത്. കാശ്മീരി ചില്ലിയും നല്ല മുളകും മിക്സ് ചെയ്ത് വെച്ചതാണ്. അപ്പം നിങ്ങളുടെ അടുത്തുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങളതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളൊന്നും കരിഞ്ഞു പോവാതെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുള്ള വെള്ളവും ചേർത്ത് ഒരു തിള വന്നാൽ നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അലിയിച്ച് പുളിവെള്ളം നമുക്ക് കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. ഇനി ഇതിലേക്ക് നല്ല വൃത്തിയായി കഴുകി വെച്ച ഇതുപോലെ കട്ട് ചെയ്ത മീനിൻ്റെ തലയും വാലും ചേർത്ത് കൊടുക്കാം. മീൻ ഇട്ട് കഴിഞ്ഞാൽ സ്പൂണ് കൊണ്ട് ഇളക്കരുത്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് മീനൊക്കെ വേവുന്നത് വരെ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ചെറിയ തീയിൽ വെക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ മീൻ കറി റെഡിയായോ നോക്കാം. മീനൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മുടെ എരിവും പുളിവുമുള്ള നല്ല അടിപൊളി അയക്കൂറ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിതിവിടെ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പച്ചരിപ്പത്തലിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസ്ക്കും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയും റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.